നമ്മൾ ഇന്നലെ പഠിച്ചത് എന്തായിരുന്നു? ജലത്തിലൂടെ പകരുന്ന വ്യത്യസ്തമായ രോഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ആ രോഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ പഠിച്ചത്, അല്ലേ? പല രോഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൽ ഒരു രോഗത്തിന്റെ പേരൊന്ന് പറയാമോ? എന്താണ്? യെസ്, കോളറ. നമുക്ക് ഓരോന്നോരോന്ന് എടുത്തിട്ട് പോവാം. കോളറ എന്നത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ രോഗം പകരാൻ ഒരു രോഗാണു വേണ്ടേ? എന്താണ് കോളറ പരത്തുന്ന രോഗാണു? വിബ്രിയോ കോളറ എന്നൊരു ബാക്ടീരിയയാണ്. എന്താണ് രോഗം പരത്തുന്നത്? വിബ്രിയോ കോളറ എന്നൊരു ബാക്ടീരിയയാണ് കോളറ എന്ന രോഗം പരത്തുന്നത്. എങ്കിൽ എങ്ങനെയാണ് ഈ വിബ്രിയോ കോളറ എന്ന രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്? രോഗാണു ശരീരത്തിലേക്ക് വരണ്ടേ? ശരീരത്തിലേക്ക് വന്നാലാണ് ഇത് രോഗം പരത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ശരീരത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്, പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കുന്ന വെള്ളം, ആഹാരം എന്നിവയിലൂടെയാണ് ഇത് ശരീരത്തിലേക്ക് വരുന്നത്. എവിടുന്നാണ് വരുന്നത്? എന്തിലൂടെയാണ് വരുന്നത്? വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയാണ് വരുന്നത്. അപ്പൊ നല്ല ഭക്ഷണവും നല്ല ആഹാരവും കഴിച്ചാൽ അതിലൂടെ വരുന്നുണ്ടോ? വൃത്തിയുള്ള ഭക്ഷണവും വൃത്തിയുള്ള ആഹാരം കഴിച്ചാൽ അതിലൂടെ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കുന്ന വെള്ളം, അതുപോലെ തന്നെ ആഹാരം, ഈ രണ്ടിലൂടെയുമാണ് രോഗാണു നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. ഇത് വായിലൂടെ ശരീരത്തിലെത്തിയാൽ ശരീരത്തിൽ അത് ചെറുകുടലിലെത്തും. രോഗാണു എവിടെയാണ് എത്തുന്നത്? ശരീരത്തില്. വായിലൂടെ കഴിച്ച് നമ്മൾ ഭക്ഷണം അല്ല വെള്ളം കുടിച്ച് വായിലൂടെ അത് ചെറുകുടലിലാണ് എത്തുന്നത്. ചെറുകുടലിലെത്തിയ ഈ രോഗാണു ടോക്സിൻ എന്ന ഒരു വിഷവസ്തു ഉൽപ്പാദിപ്പിക്കും. എന്താണ് വിബ്രിയോ കോളറ ഉൽപ്പാദിപ്പിക്കുന്ന ആ വിഷവസ്തുവിന്റെ പേര്? ടോക്സിൻ. അപ്പൊ ടോക്സിൻ എന്ന ഈ വിഷവസ്തു ഉൽപ്പാദിപ്പിക്കുകയും ഈ വിഷവസ്തു വയറിളക്കത്തിന് കാരണമാവുകയും ചെയ്യും. അപ്പൊ ടോക്സിൻ എന്ന വിഷവസ്തു ചെറുകുടലിൽ വെച്ച് ഉൽപ്പാദിപ്പിക്കും. ചെറുകുടലിൽ ഉൽപ്പാദിപ്പിച്ച ഈ ടോക്സിൻ എന്ന വിഷവസ്തുവാണ് എന്തിനു കാരണമാകുന്നത്? വയറിളക്കത്തിന് കാരണമാകുന്നത്. അപ്പൊ വയറിളക്കം നമുക്ക് ഉണ്ടാവും. സാധാരണ വയറിളക്കമല്ല, അതികഠിനമായ വയറിളക്കമാണ്. പല തവണകളായി നമ്മുടെ ശരീരത്തിൽ നിന്നും മലം ജലരൂപത്തിൽ പുറത്തേക്ക് പോകുന്നു. എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? ജലരൂപത്തിൽ, വെള്ളത്തിന്റെ രൂപത്തിലാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. ഒരു മഞ്ഞ ദ്രാവകം എന്ന് പറയുന്നത്, ഒരു മഞ്ഞ ദ്രാവക രൂപത്തിൽ പോകുന്ന മലം. അപ്പൊ മഞ്ഞ ദ്രാവക രൂപത്തിൽ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഈ മലം ജലാശയങ്ങളിലോ ജലസ്രോതസ്സുകളോ എത്തപ്പെടുകയും ജലസ്രോതസ്സുകളിൽ എത്തിയ ഈ മലത്തിലൂടെ പുറത്തേക്ക് പോയ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. അപ്പൊ അത് വെള്ളത്തിലെത്തുന്നു. ആ വെള്ളത്തിലെത്തിയ ബാക്ടീരിയകൾ ഏതെങ്കിലും സ്രോതസ്സിലൂടെ, വെള്ളത്തിലൂടെ, അത് കുടിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ അതുപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നതിലൂടെയോ ഇത് മനുഷ്യരുടെ ശരീരത്തിൽ എത്തും. ചിലപ്പോഴെങ്കിലും ഈച്ചകളിലൂടെയും ഈ രോഗാണു നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയും മാത്രമല്ല, ഈച്ചയിലൂടെയും എന്തെത്തുന്നുണ്ട്? രോഗാണു നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അപ്പൊ എന്തിലൊക്കെയൂടെയാണ് രോഗാണു നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്? ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും. എങ്ങനെയുള്ള ആഹാരത്തിലൂടെയുമാണ് എത്തുന്നത്? അതെ, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ വൃത്തിഹീനമായ ആഹാരം, അല്ലെങ്കിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നിന്നും ഉപയോഗിക്കുന്ന ജലം, ഇതിലൂടെയാണ് ഇത് എവിടെ എത്തുന്നത്? നമ്മുടെ ശരീരത്തിൽ. വായിലൂടെ ഇത് എവിടെ എത്തുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത്? എവിടെ എത്തുന്ന പറഞ്ഞേ? ചെറുകുടലിലെത്തുന്നു. ചെറുകുടലിലെത്തിയ ഈ
രോഗാണു ചെറുകുടലിൽ വെച്ച് എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? യെസ്, എന്താണ്? ടോക്സിൻ. ടോക്സിൻ എന്ന വിഷവസ്തുവാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ടോക്സിൻ എന്ന വിഷവസ്തു എന്തിന് കാരണമാകുന്നു? വയറിളക്കത്തിന് കാരണമാകുന്നു, അല്ലെ? ഈ വയറിളക്കം ഇത് പല തവണ ആവർത്തിക്കും. ഈ വയറിളക്കം എന്ത് ചെയ്യും? പല തവണ ആവർത്തിക്കും. പല തവണ ആവർത്തിക്കുമ്പോൾ ശരീരത്തിലെ ജലാംശം വറ്റും. കുറഞ്ഞു 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 വരും. ശരീരത്തിലെ ജലാംശം എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരും. ഇങ്ങനെ ജലാംശം കുറയുമ്പോൾ നമുക്ക് എന്ത് അനുഭവപ്പെടും? ക്ഷീണം. മനസ്സിലായല്ലോ? ജലാംശം കുറയുന്നതിനാണ് ഏത് കാരണമാകുന്നത്? ഈ കോളറ മൂലമുണ്ടാകുന്ന വയറിളക്കം കാരണമാകുന്നു. നിർജ്ജലീകരണം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? നിർജ്ജലീകരണം. നമ്മൾ 2-3 വാക്കുകൾ പ്രത്യേകിച്ച് ഒന്ന് പഠിച്ചു. ഒന്ന് രോഗത്തിന്റെ പേരാണ് പഠിച്ചത്. എന്താണ് രോഗത്തിന്റെ പേര്? കോളറ. രണ്ടാമത് പഠിച്ച കാര്യം എന്താണ്? ഈ കോളറ പരത്തുന്ന രോഗാണുവിന്റെ പേര് എന്താണ്? രോഗാണുവിന്റെ പേര് വിബ്രിയോ കോളറ. ഇനി വിബ്രിയോ കോളറ വായിലൂടെ എവിടെയാണ് എത്തുന്നതെന്ന് പഠിച്ചല്ലോ. ചെറുകുടലിൽ, സ്മോൾ ഇൻസ്റ്റൈൻ, ചെറുകുടലിൽ എത്തുന്നു. ചെറുകുടലിൽ എത്തിയാൽ ഇവ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ടോക്സിൻ എന്ന വിഷവസ്തു. യെസ്, അതെ, ടോക്സിൻ എന്ന വിഷവസ്തു. ഈ ടോക്സിൻ എന്ന വിഷവസ്തു എന്തിന് കാരണമാകും എന്നാ പറഞ്ഞേ? എന്തിന് കാരണമാകും? വയറിളക്കത്തിന് കാരണമാകും. ഇനി അങ്ങനെ വയറിളക്കം മൂലം ശരീരത്തിൽ ഒരു അവസ്ഥയുണ്ടാകുന്നു. ആ അവസ്ഥയ്ക്ക് പറയുന്ന ഒരു പേര് പറഞ്ഞല്ലോ. അതെ, നിർജ്ജലീകരണം. എന്താണ് അവസ്ഥയിൽ പറയുന്ന പേര്? നിർജ്ജലീകരണം. അപ്പൊ നിർജ്ജലീകരണം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായി, അല്ലെ? ഇനി നമുക്ക് ഇതിന്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ചും ഇതിന്റെ ചികിത്സയെക്കുറിച്ചുമാണ് നമുക്ക് പഠിക്കാം. പറഞ്ഞു ഇതിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇനി നമുക്ക് പറയാൻ മനസ്സിലാക്കാം. ഒന്ന് പ്രധാനമായിട്ട് പറയുന്നത് വയറിളക്കവും ഛർദിയുമാണ്. ഛർദി അല്ലെങ്കിൽ ഛർദി പല പ്രയോഗങ്ങളാണ് പല നാടുകളിൽ. വയറിളക്കവും ഛർദിയുമാണ് കോളറയുടെ പ്രധാന രോഗലക്ഷണം. എന്താണ്? വയറിളക്കവും ഛർദിയുമാണ് കോളറയുടെ പ്രധാന രോഗലക്ഷണങ്ങൾ. ഇതിന്റെ ഭാഗമായി ശരീരത്തിൽ നിന്നും ധാരാളം ജലം നഷ്ടപ്പെടുകയും നിർജ്ജലീകരണം എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. രോഗലക്ഷണങ്ങൾ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. അടുത്ത രോഗലക്ഷണം തലകറക്കം ഉണ്ടാകും. നാവും ചുണ്ടും വരണ്ടു പോകും, വരൾച്ച ബാധിക്കും, വരണ്ടു പോകും, ജലാംശം നഷ്ടപ്പെടും. വേറൊന്ന് കണ്ണുകൾ താണു പോകും കണ്ണുകൾ. പിന്നെ ബോധക്കേട് ഉണ്ടാവും. ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന രോഗലക്ഷണം. ഈ രോഗം പകരുന്നതിനും കാരണമാകുന്നുണ്ട്. ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമല്ല, പക്ഷെ പകരും. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല, പക്ഷെ അതെന്ത് ചെയ്യും? പകരുന്നത് വിസർജ്യത്തിലൂടെയാണ്. മലത്തിലൂടെ പുറത്തേക്ക് പോകുന്ന ബാക്ടീരിയയിലൂടെയാണ് ഇത് മറ്റു മനുഷ്യരിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ബാക്ടീരിയ അടങ്ങിയ ജലം ഭക്ഷണത്തിലോ വെള്ളമായിട്ടോ നമ്മുടെ ശരീരത്തിലേക്ക്, മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് വരുമ്പോഴാണ് ഈ രോഗം. ഇനി പ്രധാനപ്പെട്ട ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ട ചില ദ്രാവകങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്ന് കരിക്കിൻ വെള്ളം, രണ്ടാമത്തത് ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, ഉപ്പിട്ട മോരിൻ വെള്ളം. ഇത് നിർജ്ജലീകരണം എന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇടയ്ക്ക് ഞാൻ കുറച്ചായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചികിത്സയല്ല. എന്തിനാണ്? നിർജ്ജലീകരണം എന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത്. പക്ഷെ ഇതിനേക്കാളൊക്കെ നല്ലതായിട്ടൊരു ദ്രാവക ചികിത്സയുണ്ട്. അതിന് ORS എന്നാണ് നമ്മൾ പറയുന്നത്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. എന്താ പറയുന്നത്? ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. വെള്ളവും ഉപ്പും പഞ്ചസാരയും ചേർത്ത് ഉണ്ടാക്കാവുന്ന ഒരു ദ്രാവകമാണ്. പേര് കേട്ടുമ്പോൾ ഇതെന്തോ വലിയ സാധനമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. പേര് കേട്ടുമ്പോൾ ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ
എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ ഇതെന്തോ വലിയ സാധനമാണ് വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കണ്ട. ഇതെന്താണ്? ഉപ്പും പഞ്ചസാരയും നല്ല പച്ചവെള്ളത്തിൽ ചേർത്തുണ്ടാക്കുന്ന ഒരു ദ്രാവകമാണ് ഈ ORS, ഓറൽ റീഹൈഡ്രേഷൻ ലായനി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ലായനി എന്താണെന്ന് മനസ്സിലായല്ലോ? ഓറൽ റീഹൈഡ്രേഷൻ ലായനി. അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? വെള്ളം, ഉപ്പ്, പഞ്ചസാര നിശ്ചിത അളവിൽ. നമുക്ക് എങ്ങനെയാണ് ഈ ഓറൽ റീഹൈഡ്രേഷൻ ലായനി ഉണ്ടാക്കുന്നത് എന്നൊന്ന് പഠിച്ചാലോ? നല്ലപ്പോഴും ആർക്കെങ്കിലുമൊക്കെ വയറിളക്കം വന്നാൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കോളറ വരണമെന്നല്ല പറഞ്ഞത്, വയറിളക്കൊക്കെ വന്നാലും ഉപയോഗിക്കാവുന്ന ഒരു ലായനിയാണ്. നമുക്കൊന്ന് അത് ഉണ്ടാക്കേണ്ട പഠിക്കണ്ടേ? കുട്ടികളായ നിങ്ങൾ പഠിക്കണ്ടേ? തയ്യാറാണോ? ശരി, നമുക്കൊരു വീഡിയോ കാണാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാണാം. കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ആ വീഡിയോ കാണുന്നത് എന്താണോ അത് മനസ്സിലാക്കിക്കൊണ്ട് കുറിപ്പ് തയ്യാറാക്കണം. ഓറൽ റീഹൈഡ്രേഷൻ ലായനി ഉണ്ടാക്കുന്ന വിധം എന്ന് പറഞ്ഞൊരു കുറിപ്പ് തയ്യാറാക്കണം. തയ്യാറാക്കുമല്ലോ? റെഡിയല്ല എല്ലാവരും? ഓക്കെ, ശരി. ORS ലായനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: 1 ലിറ്റർ ശുദ്ധജലം, 1/2 സ്പൂൺ ഉപ്പ്, 4 വലിയ സ്പൂൺ പഞ്ചസാര. ആദ്യം നമുക്ക് കൈകൾ വൃത്തിയായിട്ട് കഴുകാം. നമുക്കിനി എക്സ്ട്രാ ഒരു പാത്രം വേണം, ഒരു കുപ്പിപ്പാത്രം വേണം, ട്രാൻസ്പെറൻ്റ് ആയ നല്ലത്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഈ പാത്രത്തിലേക്ക് നമുക്ക് 1 ലിറ്റർ ശുദ്ധവെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇടാം. ഉപ്പിട്ടല്ലോ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇടാം. ഇനി നമുക്കിത് നല്ലോണം ഇളക്കാം. ഇപ്പം നമുക്ക് അലിഞ്ഞു തരുന്നത് കാണാം. ഇപ്പം നമ്മുടെ ORS ലായനി തയ്യാറായിട്ടുണ്ട്. നമ്മളിപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞു അല്ലേ? നിങ്ങൾ ആ കുറിപ്പും തയ്യാറാക്കിയോ? എന്താ കുറച്ചും കൂടി ഉണ്ടെന്നോ? തയ്യാറാക്കിക്കോ. കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ. അപ്പം എല്ലാവരുടെ കയ്യിൽ കുറിപ്പുണ്ട്. എല്ലാവരുടെ കയ്യിലും കുറിപ്പായല്ലോ? ശരി, ഞാനിനി ഒന്ന് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ എഴുതിയത് ശരിയാണോ നിങ്ങൾ നോക്കിയാൽ. ഞാൻ പറയുന്നത് ആണോ നിങ്ങൾ എഴുതിയത്, നിങ്ങൾക്ക് വല്ല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി എഴുതാനുള്ള സമയമുണ്ട്. മിക്കവാറുണ്ടാവില്ല, നിങ്ങളത് കണ്ടതാണ്, കണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതണം. ഒന്ന്, നമ്മൾ ഉണ്ടാക്കുന്ന ലായനിയുടെ പേരെന്താണ്? ORS, ഓറൽ റീഹൈഡ്രേഷൻ ലായനി. ഇതെന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? പാനീയ ചികിത്സ എന്നാണ്. കോളറ എന്നാൽ നിങ്ങൾ വയറിളക്കത്തിനോ കോളറ എന്ന രോഗ കാരണമാകുന്ന വയറിളക്കത്തിന്റെ ഫലമായി അതിന്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് പാനീയ ചികിത്സ എന്ന് നമ്മൾ പറയും. ഈ ലായനി ഉപയോഗിക്കുന്നത്. ആവശ്യമായ വസ്തുക്കൾ എന്തൊക്കെയാണ്? 1 വെള്ളം, 1 ലിറ്റർ വെള്ളം. 2 1/2 സ്പൂണ് ഉപ്പ്. 3 4 വലിയ ടേബിൾ സ്പൂണ് പഞ്ചസാര. 3 സാധനങ്ങളാണ് വേണ്ടത്. ഈ സാധനം മാത്രം ഉണ്ടായാൽ പോരാ, പാത്രങ്ങൾ വേണം. വലിയൊരു പാത്രം, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന ദ്രാവകം നമുക്ക് ഉപ്പ് പഞ്ചസാരയും അതിനിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് നോക്കാൻ വേണ്ടിയാണ്. ട്രാൻസ്പെറൻ്റ് ആയ ഒരു പാത്രം ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട്. ഇനി അതില്ലെങ്കിൽ നമുക്ക് സാധാരണ പാത്രത്തിൽ ഉണ്ടാക്കാം. ഒന്നൊരു വിഷയമല്ല പാത്രം. ഉണ്ടാക്കുന്നതിന് മുൻപ് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കും. 1, കൈകൾ നല്ല വൃത്തിയായി കഴുകണം. കൈകൾ എന്ത് ചെയ്യണം? നല്ല വൃത്തിയായി കഴുകണം. 2, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നല്ല വൃത്തിയുള്ളതായിരിക്കണം. ജാറും സ്പൂണും എല്ലാം വൃത്തിയുള്ളതായിരിക്കണം. ഉപയോഗിക്കുന്ന പഞ്ചസാരയും ഉപ്പുമെല്ലാം വൃത്തിയുള്ളതേ ഉപയോഗിക്കാം. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ ജാറിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിക്കും. അതിനുശേഷം നമ്മൾ ഉപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഉപ്പ് എത്ര ഉപ്പുള്ളത്? 1/2 സ്പൂൺ ഉപ്പ്. 1/2 സ്പൂൺ ഉപ്പ് വെള്ളത്തിലേക്ക് ഇടും. വേറെ എന്താ ബാക്കിയുള്ള? പഞ്ചസാര. അപ്പൊ പഞ്ചസാരയും നമ്മൾ വെള്ളത്തിലേക്ക് ഇടും. എത്ര പഞ്ചസാര ഉള്ളത്? 4 ടേബിൾ സ്പൂൺ. വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാരയും വെള്ളത്തിലേക്ക്. ഇനി എന്ത് ചെയ്യണം? അവിടെ വെറുതെ വെച്ചാൽ മതിയോ? പോരാ. എന്ത് ചെയ്യണം? നല്ലൊരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം.
നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് അതിനകത്ത് ലയിച്ചു ചേരും. ലയിച്ചു ചേർന്ന് കഴിഞ്ഞാൽ ഈ ദ്രാവകം കുറേശ്ശെയായിട്ട് രോഗിക്ക് കുടിക്കാൻ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ വൊമിറ്റ് ചെയ്യും, ഛർദ്ദിക്കും. കുടിച്ച ദ്രാവകം ശരീരത്തിലൊന്ന് പിടിക്കുന്നതിനുള്ള ഒരു ടെൻഡൻസി, ഛർദ്ദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഭാഗമായിട്ട് ഒന്ന് നിർത്തിവെക്കും. 10 മിനിറ്റ് വെള്ളം കൊടുക്കുന്ന നിർത്തിവെക്കും. കുറച്ച് കഴിഞ്ഞ് വീണ്ടും നമുക്ക് കൊടുക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും കൊടുക്കാം. കുറെ കഴിയുമ്പോൾ ഛർദ്ദിൽ നിൽക്കും. ശരീരത്തിലേക്ക് ആവശ്യമായ ജലാംശം ശരീരത്തിലേക്ക് വരികയും ആ നിർജ്ജലീകരണം എന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയും പതിയെ പതിയെ ഈ രോഗത്തിന് ശമനം ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാണ് ORS ലൈൻ, ORS സൊല്യൂഷൻ, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ഉണ്ടാകുന്നത്? മനസ്സിലായല്ലോ അല്ലേ?